മാതാവിൻ്റെ ഇത് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചു. ഞാൻ അന്നേരം ഓക്കെ, എനിക്ക് മാതാവിനെ കൈവിടാൻ പറ്റില്ല. ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ സ്റ്റെപ്പിൽ, എല്ലാവരും ചവിട്ടിപ്പോകുന്ന സ്റ്റെപ്പിൽ ഞാൻ മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അന്നേരം പറഞ്ഞു, ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് വിശുദ്ധമായതാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത് വിശുദ്ധമായി ചെയ്യേണ്ടതാണ്. നീ എൻ്റെ പ്രാർത്ഥനയും മനസ്സും മാത്രമേ കാണാവൂ, എൻ്റെ മനസ്സും പ്രാർത്ഥനയും നീ കേൾക്കാവൂ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം മാതാവ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, ഒരു പേപ്പറുമായിട്ട് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ആ പേപ്പർ എൻ്റെ കയ്യിൽ തരികയാണ്. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ വിസ അവിടെ അടിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ ക്യാൻസർ വാർഡിലാണ്. അവിടെ ഉള്ളവരോടൊക്കെ കൃപാസന മാതാവിനെ കുറിച്ച് പറയാറുണ്ട്. ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. എൻ്റെ അടുത്ത് ബസ്സിൽ ഒരാൾ ഇരുന്നാൽ പോലും എനിക്ക് പ്രത്യേക കാരണമൊന്നും വേണ്ട, ഞാൻ സംസാരിക്കും. ഞാൻ ആരോട് എവിടെ വേണേലും സംസാരിക്കുമ്പോൾ എൻ്റെ കോൺവെർസേഷൻ എൻഡ് ചെയ്യുന്നത് കൃപാസന മാതാവിലാണ്. ഞാൻ ഒരു നാണവും ഇല്ലാതെ പറയും. എൻ്റെ അമ്മ പറയും, നീ എന്താ ഇങ്ങനെ ബലബലാന്ന് അലച്ചുകൊണ്ടിരിക്കും,